A+ട്യൂബിലേക്ക് സ്വാഗതം. ഇന്ന് ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില വാർത്തകൾ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കുന്ന എപ്പിസോഡാണ്. ഈ ഡ്രൈവിംഗ് മിക്കവാറും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ വാഹനങ്ങൾ ഉപയോഗിച്ചതിൻ്റെ പേരിൽ അവർക്ക് പിഴ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും രക്ഷിതാക്കൾക്ക് വളരെയധികം തലവേദന ഉണ്ടാക്കുന്നുണ്ട് ചില കുട്ടികൾ. ഇങ്ങനെ കുട്ടികളുടെ ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് പരിപാടികൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ചില പുതിയ ഉത്തരവുകളാണ് വന്നിട്ടുള്ളത്. പൂർണ്ണമായും എപ്പിസോഡ് കാണുക, കാരണം നാളെ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മോട്ടോർ വാഹന വകുപ്പ് ജുവനൈൽ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടപ്പാക്കിയ പുതിയ നിയമ നടപടിക്രമമാണ് ഇന്ന് വിവരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിന് ഒരു സൈറ്റുണ്ട്, പരിവാഹൻ. ഈ പരിവാഹൻ എന്ന വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് പ്രകാരം 18 വയസ്സിന് താഴെ ഉള്ളവർ വാഹനം ഓടിച്ചാൽ, നിയമ നടപടി ഉൾപ്പെട്ടാൽ പിന്നീട് 25 വയസ്സിന് ശേഷമേ അവർക്ക് ലേണേഴ്സ് ലൈസൻസും ഡ്രൈവിംഗ് ലൈസൻസും ലഭിക്കുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര മോട്ടോർ വാഹന വെബ്സൈറ്റിൽ സോഫ്റ്റ്വെയറിൽ അപ്ഡേഷൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പ്രായപൂർത്തി ആകാത്ത കുട്ടികൾ, അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വാഹനങ്ങൾ ഓടിക്കുകയും അത് പിടികൂടപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് 25 വയസ്സ് തികയും വരെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കില്ല, ലേണേഴ്സ് ലൈസൻസും ലഭിക്കുകയില്ല. 2021 ഒരു പരിഷ്കരിച്ച നിയമപ്രകാരം നിലവിലുള്ള വ്യവസ്ഥ ജുവനൈൽ കുറ്റകൃത്യം നടന്നാൽ പോലീസോ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരോ കുട്ടിക്കെതിരെ നിയമ നടപടിയെടുത്ത് ജുവനൈൽ കോടതിയിൽ ഹാജരാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പരിവാഹൻ വെബ്സൈറ്റിൽ നടപടിക്രമം ഉൾപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമുള്ളതുകൊണ്ട് ഈ നടപടിയിൽ ഉൾപ്പെട്ട കുട്ടികൾ സംസ്ഥാനത്ത് നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കുന്ന ഒരു പരിപാടി നടത്തി വന്നിരുന്നു. പക്ഷേ ഇനി മുതൽ അത് നടക്കില്ല. പരിവാഹൻ വെബ്സൈറ്റിൽ ഇത് ഉൾപ്പെടുത്തുന്നതോടുകൂടി ഇന്ത്യയിൽ ഒരിടത്തു നിന്നും ഇവർക്ക് ഡ്രൈവിംഗ് ലൈസൻസോ അതിനു മുമ്പ് ലഭിക്കുന്ന ലേണേഴ്സ് ലൈസൻസോ ലഭിക്കുകയില്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് നിന്നും ഒരു പ്രക്രിയ വഴിയും കുട്ടികൾക്ക് ഇനി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ കഴിയില്ല 25 വയസ്സ് വരെ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഡ്രൈവിങ്ങിന് വേണ്ടി വാഹനങ്ങൾ എടുത്തുകൊണ്ട് പോയാൽ ഇനി മാതാപിതാക്കളും കുടുങ്ങാൻ പോവുകയാണ്. ജുവനൈൽ കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന് 25,000 രൂപ വരെയുള്ള പിഴ ശിക്ഷ ലഭിക്കാനും സാധ്യതയുണ്ട്. ഇതുകൂടാതെ രക്ഷിതാവിന് പരമാവധി 3 വർഷം വരെയുള്ള തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. കൂടാതെ 25,000 രൂപ പിഴ അഡീഷണലായി കൊടുക്കേണ്ടിയും വരും. ജുവനൈൽ കുറ്റകൃത്യമാണ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഈ വാഹനം ഓടിക്കുന്നത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. 1 വർഷത്തേക്ക് നിയമലംഘനം നടത്തിയതിൻ്റെ പേരിൽ ബന്ധപ്പെട്ട വാഹനത്തിൻ്റെ രജിസ്ട്രേഷനും ക്യാൻസൽ ചെയ്യും. 2000 ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരവും പ്രായപൂർത്തിയാകാത്ത വ്യക്തിക്ക് മറ്റ് ശിക്ഷകളും ലഭിക്കുമെന്നുള്ള കാര്യവും ഓർമ്മിപ്പിക്കുന്നു. ഇനി രക്ഷകർത്താക്കൾ
ഡ്രൈവിംഗ് നടത്തുന്ന 18 വയസ്സിന് താഴെയുള്ള മക്കൾ ഉണ്ടെങ്കിൽ അവരെ പൂർണ്ണമായും ആ പ്രക്രിയയിൽ നിന്നും മാറ്റി നിർത്താൻ കരുതിയിരിക്കുക. അല്ലെങ്കിൽ നിങ്ങളും ഈ കുറ്റകൃത്യത്തിന് കൂട്ടുനിന്ന വ്യക്തി എന്നുള്ള നിലയിൽ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. കാലം പഴയതല്ല എന്ന് എല്ലാവരും ഓർത്തിരിക്കുക. പിടികൂടപ്പെട്ടാൽ പിന്നീട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒരു പഴുതും അവശേഷിക്കുന്നില്ല. പരിവാഹൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് കേന്ദ്ര വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിലേക്ക് നിങ്ങളുടെ കുറ്റകൃത്യം പോസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കുക. ഇത്തരം വിവരങ്ങൾ ഈ ചാനലിൽ തുടർന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക.